ഹലോ, ഇന്ന് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു തോർത്തുമുണ്ടിന്നാണ്. ഒരു വൂളൻ ടൈപ്പ് വരുന്ന ഒരു തോർത്തുമുണ്ടാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വൂളൻ ടൈപ്പ് മെറ്റീരിയൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത് വളരെ എളുപ്പമായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല, ജസ്റ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കണതെന്ന് നോക്കാം. ഈ ഒരു തോർത്തുമുണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുത്തു. കറക്റ്റ് സെൻറ്റർ പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് നടുഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഇത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്രണ്ട് പീസിനും ബാക്ക് പീസിനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിങ്ങനെ ഒരുമിച്ച് വെച്ചതിന് ശേഷം അങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് അളവ് ഡ്രസ്സ് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുക. ഷോൾഡറിൻ്റെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് ഈ ഡ്രസ്സ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ആ രീതിയിൽ തന്നെ വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കൈ മാർക്ക് ചെയ്യുന്നില്ല, കാരണം കൈ മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കൈ മാർക്ക് ചെയ്യാത്തത്. പിന്നെ നമ്മൾ സൈഡ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിനെ കട്ട് ചെയ്തെടുക്കുക. നമ്മളെപ്പോഴും അളവ് ഡ്രസ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ അളവ് ഡ്രസ്സ് മറച്ചെടുത്തതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും കൂടുതലിട്ടിട്ട് കട്ട് ചെയ്തെടുക്കണമെന്ന് മാത്രം. അടുത്തത് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതേ സെയിം നെക്ക് തന്നെയാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒപ്പം വെച്ച് മാർക്ക് ചെയ്യരുത്. ഈ നെക്കിനെക്കാട്ടും 1/2 ഇഞ്ച് കയറ്റി വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മടക്കി അടിക്കുമ്പോൾ നെക്ക് വല്ലാണ്ട് ഇറങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ മടക്കി അടിക്കുമ്പോൾ ഈ നെക്കിൻ്റെ ഒപ്പം നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് നെക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം മടക്കി അടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സാധാ നെക്ക് അടിക്കുന്ന പോലെ വേറെ പീസ് വെച്ച് ഇങ്ങനെ മറച്ചടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു മടക്കും കൂടി മടക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ അടുത്ത നെക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിവിടെ 2 നെക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഷോൾഡർ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസിൻ്റെ നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിലും ഒരു പീസിൻ്റെ ബാക്ക് വശം മുകളിലേക്ക് വരുന്ന രീതിയിലും വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞങ്ങൾ 2 ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഒരു പോർഷൻ ഇതുപോലെ അങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്ലീവിൻ്റെ പോർഷനും ഞാൻ ഇതുപോലെ അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ വെച്ചതിന് ശേഷം 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക. ഇതിൻ്റെ അടിവശം കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ തന്നെ 2ആയിട്ട് മടക്കുക. എന്നിട്ട് താഴെ നിൽക്കുന്ന നൂലിൻ്റെ പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ സൈഡ് എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിവശം ഇങ്ങനെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അടിവശം ഇവിടെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്